ഹലോ ഗൈസ്, ദിസ് ഇസ് ഡോക്ടർ സലാം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ 1,20,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാറുകളുടെ യൂസർ എക്സ്പീരിയൻസസ്, അതുപോലെ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഒരു ഡ്രൈവിംഗ് പ്ലഷറും അവരുടെ ആ ഒരു ലൈഫിലുണ്ടായ എക്സ്പീരിയൻസും സ്റ്റോറീസും ഒക്കെ അറിയാൻ നമ്മുടെ വ്യൂവേഴ്സിന് താല്പര്യമുണ്ടെന്ന് നമുക്ക് ഒരുപാട് മെസ്സേജൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് 2017 മോഡൽ ഫോർഡ് ആസ്പയർ ആണ്. അതായത് പെട്രോൾ മോഡലാണ്, പെട്രോൾ വേരിയൻ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം അതിൻ്റെ പ്രൗഡ് ഓണർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ മാളയിലുള്ള ഗോകുൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. ആൾ കുറേ കാലമായിട്ട് ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളെ ഞാനിന്ന് നമ്മുടെ ഈ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. പ്ലീസ് കം. ഹായ് മാൻ, ഹൗ ആർ യു? ഫൈൻ. ഗോകുൽ. ഓക്കെ ബ്രോ, എത്ര വർഷമായി വണ്ടി എടുത്തിട്ട്? ഞാൻ 2022 വണ്ടി എടുത്തതാണ്. ഓക്കെ, സെക്കൻഡ് ഓണറാണ്. ഓക്കെ. അപ്പോൾ യൂസ്ഡ് കാറായിട്ട് എടുത്തതാണ്. അപ്പോൾ അത് 2022 വണ്ടി സെയിൽസ് നിന്നു. ഫോർഡിന്റെ സെയിൽസ് നിന്ന് ഫോർഡിന്റെ റീകൺസ്ട്രക്ഷൻ ശേഷമാണ് എടുത്തത്. അപ്പോൾ ഫോർഡിന്റെ അന്ന് സെയിൽസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പുതിയ വണ്ടി എടുക്കുമായിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ സത്യം പറഞ്ഞാല് ഫോർഡിന്റെ തന്നെ ഷോറൂമിൽ നിന്നാണ് ഞാൻ ഇത് വണ്ടി എടുക്കുന്നത്. ഓക്കെ, ഫോർഡിന്റെ എറണാകുളത്ത് കൈരളി. ഓക്കെ. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഷോറൂം നിർത്തുമ്പോ അവര് അങ്ങനെ ചെയ്തിരുന്നു. പ്രീ ഓണേഴ്സ് എടുത്തിട്ട് ഒരു കംപ്ലീറ്റ്ലി റീഫർബിഷ് ചെയ്തിട്ട് വണ്ടി ഫുൾ സെയിൽ ചെയ്യുന്ന ഷോറൂമായിട്ട്. അപ്പോ ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു. ആക്ച്വലി ഞാൻ ഫോർഡിന്റെ എക്കോസ്പോർട്ട് നോക്കാനാണ് ചെന്നത്. അതിനൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ട്. എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എക്കോസ്പോർട്ട് ഒരെണ്ണം സ്വന്തമാക്കാന്നുള്ളത്. കിട്ടുമ്പോൾ നല്ലൊരു വണ്ടികൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്, മാർക്കറ്റ്സിൽ ഇഷ്ടംപോലെ കിട്ടാം. ഇനിയിപ്പോ പുതിയ ഇലക്ട്രിക് എക്കോസ്പോർട്ട് എങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എക്കോസ്പോർട്ട് വരാൻ സാധ്യതയില്ല. അപ്പൊ മോസ്റ്റ് പ്രോബബിലി എന്താ പറയാ 2025 വരും എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ പറയുന്നത്. അതായത് ഫോർഡ് റാപ്റ്ററും അതുപോലെ ഫോർഡ് എവറസ്റ്റും, ഈ രണ്ട് വണ്ടികൾ CB കിറ്റ്സ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ന്യൂസേ ഉള്ളൂ. EV വരാനുള്ള സാധ്യത അറിയില്ല, നമുക്കറിയില്ല. നമ്മുടെ ഫോർഡ് എന്ന് പറയുന്ന കമ്പനി നമുക്ക് ഒരിക്കലും എന്താ പറയാ ഒരു കാര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അവര് ഇന്ന് എടുക്കുന്ന തീരുമാനമായിരിക്കില്ല നാളെ ഉണ്ടാവുന്നത്. ഈ 2021 റീകൺസ്ട്രക്ഷൻ നടക്കുന്ന സമയം തന്നെ അതിന്റെ തൊട്ട് തലേ ദിവസം വരെ അവര് വണ്ടികളുടെ ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. ഈവൻ ഷോറൂമുകാർക്ക് പോലും അറിയില്ല നാളെ ഈ സാധനം ഇങ്ങനൊരു ഡിസിഷൻ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രോ യൂസ്ഡ് കാറിലേക്ക് മാറി, അതായത് ഫോർഡിന്റെ തന്നെ ഒരു വണ്ടി എടുക്കണമെന്ന് മാറി. അപ്പൊ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്? എനിക്ക് സത്യം പറഞ്ഞ ഒരു വണ്ടി ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ മാരുതി 800 ആണ്. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു 6 വർഷമായിട്ട് ഒരു 800 ഉണ്ടായിരുന്നു. അപ്പോൾ ഫാദർ ഒബ്വിയസ്ലി അത് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ ഞാനത് പറഞ്ഞു നമുക്ക് കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. 6 വർഷമൊക്കെ കഴിഞ്ഞില്ലേ, അപ്പൊ അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ന്യൂ വണ്ടി ഞങ്ങൾക്ക് അപ്പൊ പോസിബിൾ അല്ലായിരുന്നു. കാരണം അത്ര എമൗണ്ട് കൊടുത്ത് പുതിയൊരു വണ്ടി എടുക്കുക എന്നുള്ളത്. അപ്പൊ ഫാദറായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫാദർ ആദ്യം പറഞ്ഞത് നമുക്ക് മൈലേജ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു മൈലേജ് ഓക്കെ ഒരു ഫാക്ടറാണ് ഇപ്പൊ. തീർച്ചയായിട്ടും. അപ്പൊ ഫാദർ സാധാരണ ഇന്ത്യക്കാരൻ ഒരു വണ്ടി എടുക്കുമ്പോൾ അത് പുതിയ വണ്ടിയാണെങ്കിലും യൂസ്ഡ് കാർ ആണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും ആദ്യം ചോദിക്കുന്നത് ചേട്ടാ എത്ര കിട്ടും, 1 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ പോകും എന്നുള്ളതാ ചോദിക്കുക. അതെല്ലാവരും ഒരു നോർമൽ കൺസേൺ ആണ്. തീർച്ചയായിട്ടും. കാരണം കേരളത്തിൽ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും മൈലേജ് നോക്കി തന്നെ എടുക്കുന്ന ഒരുപാട് സുസുക്കി കമ്പനി നിൽക്കുന്നത് തന്നെ ആ ഒരൊറ്റ പ്ലസ് പോയിന്റിലാണ്. അതെ. അല്ല, എന്റെ ഫാദറും ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്തത് വാഗണർ ആൻഡ് സ്വിഫ്റ്റ്. കാരണം മൈലേജ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സുസുക്കി വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാണുന്നതാണ് കേൾക്കുന്നതാണ്. പക്ഷെ ഞാൻ ഫാദറായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോ ഫാദർ എന്ത് ചെയ്താ സമ്മതിക്കുന്നില്ല. സുസുക്കി കാറ് മതി ഫാദർ. കാരണം അച്ഛൻ പറയുന്നത് നമുക്കൊരു കംപ്ലൈന്റ് വന്നാൽ തൊട്ടടുത്തുള്ള മെക്കാനിക്കിനെ വിളിക്കാം, നമുക്ക് നന്നാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ നന്നാക്കാം. അത്യാവശ്യം പണി അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് തന്നെ നന്നാക്കാം. ഇവൻ ജർമ്മൻ കാർസ് അല്ലെങ്കിൽ നമ്മുടെ ഫോർഡ് പോലുള്ള വണ്ടികൾ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ഇഷ്ടം പോലെ എന്തെങ്കിലും അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കുകൾ തന്നെ വേണം. അത് എല്ലാവർക്കും കയറി പണിയാൻ പറ്റത്തില്ല. അപ്പൊ ഫാദർ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ എന്റെ ഒരു ഫ്രണ്ട് കൂടി ഇൻവോൾവ് ചെയ്തു. ഹരി കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ടാണ്.
അവനും ഞാനും കൂടി ചെന്നിട്ട് അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്തു. നമുക്ക് നമുക്ക് ഈ സുസുക്കി വണ്ടി വേണ്ട, എടുക്കാം. സുസുക്കി വേണ്ട. സുസുക്കി വേണ്ട. ഞങ്ങള് പറഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ നിരത്തി. ഇങ്ങനെ പറ്റില്ല, കാരണം സേഫ്റ്റിയാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്, മൈലേജ് വേണം, എല്ലാം വേണം നമുക്ക്. അങ്ങനെയാണ് ഓക്കെ ഫോർഡ് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു നീ നോക്ക് എന്ന് പറഞ്ഞു എന്നോട്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഏകദേശം 3 ഇയർ വണ്ടി നോക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല വണ്ടി വേണം എന്നുള്ളതല്ല, നമുക്ക് എടുക്കുമ്പോ എന്തായാലും നല്ല വണ്ടി, നമുക്ക് എപ്പോഴും വണ്ടി മാറ്റാനുള്ള കപ്പാസിറ്റി ഇല്ല. എടുക്കുമ്പോ ഒരു നല്ലത്. അങ്ങനെയാണ് ഞാൻ എക്കോസ്പോർട്ടിലേക്ക് എത്തിയത്. എക്കോസ്പോർട്ട് നോക്കി ഞാനൊരു 15 എക്കോസ്പോർട്ടുകൾ ഏകദേശം 15 എക്കോസ്പോർട്ട് പലയിടത്തായിട്ട് പോയി നോക്കി. ഇവിടെ കൊടുങ്ങല്ലൂര്, മാള, തൃശ്ശൂര്, ചാലക്കുടി എല്ലാ സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകളിൽ ഞാൻ കയറി നിറങ്ങിയായിരുന്നു. എക്കോസ്പോർട്ട് ഞാൻ ഏകദേശം 2015, 16, 17 എല്ലാ മോഡലുകളും ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതായിരുന്നു ഫസ്റ്റ് അതിന്റെ ഒരു പ്രോബ്ലം. കാരണം ഭയങ്കര റേറ്റ് ആണ് ആൾക്കാർ ചോദിക്കുന്നത്. അത് ആക്ച്വലി എല്ലാവരും വിചാരിച്ചതെന്ന് വാല്യൂ അതിന്റെ ഹൈക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അത്രയും ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ഫോർഡ് എക്കോസ്പോർട്ട്, അല്ലെങ്കിൽ ഫോർഡിന്റെ വെഹിക്കിൾസ് അത്രയും ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. അത്രയും ഇഷ്ടപ്പെട്ടിരുന്നൊരു സമയത്താണ് ഫോർഡ് കണ്ണും പൂട്ടിയും പോയി കളഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. വണ്ടിക്ക് യൂസ്ഡ് കാർ മാർക്കറ്റിൽ അത്രയും ഡിമാൻഡ് ഉണ്ട്, സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടും. അതിന്റെ ഏറ്റവും വലിയ ഞങ്ങളെ ഞെട്ടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇത് നിർത്തി പോയതിനു ശേഷമാണ് ഹൈക്ക് കൂടി. കാരണം ഒരു സാധനം കിട്ടാതെ ആകുമ്പോഴാണല്ലോ അതിന്റെ ഡിമാൻഡ് കൂടുന്നത്, അപ്പോഴേ അതിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടി. കാരണം പക്ഷെ എന്റെ ഫാദറിനാണെങ്കിലും പേടിയുണ്ടായിരുന്നു ഇത് എടുക്കുമ്പോ, ഈശ്വര സർവീസ് കിട്ടുമോ, സർവീസ് നമ്മൾ എന്ത് ചെയ്യും. ഞാൻ പറഞ്ഞു അങ്ങനെ പേടിക്കാനൊന്നുമില്ല, നമുക്ക് ഞാനിപ്പോ ഇത് എവിടെ വേണേലും കൊണ്ടുപോയി നേരെയാക്കാൻ. 10 ഇയേഴ്സിലേക്ക് അവർ സർവീസും സ്പെയർ പാർട്സും എല്ലാം പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഫാദർ പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ എക്കോസ്പോർട്ട് നോക്കി, കിട്ടിയില്ല. ഞാൻ കുറഞ്ഞ താഴേക്ക് ഇറങ്ങി ഫ്രീ സ്റ്റൈൽ നോക്കി, ഫ്രീ സ്റ്റൈലും കിട്ടിയില്ല ആ സമയത്ത്. പിന്നെ ലാസ്റ്റ് ഞാൻ ഫ്രീ സ്റ്റൈൽ ഒരെണ്ണം വന്നിട്ടുണ്ടെന്ന് ഷോറൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അത് നോക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് ഇവൻ അവിടെ കിടക്കുന്നത്, ആൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത്. അതെ അതെ. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ഇവിടെ ഒരു എക്കോസ്പോർട്ട് സ്പോട്ട് കിടക്കും, റെഡ് കളർ. ഇവിടെ ബ്ലാക്ക് എൻഡോർ, നടുക്ക് ഇവൻ കിടക്കും. ഞാൻ ആകെ കൺഫ്യൂഷൻ അടിച്ചു പോയി. എന്റെ ഫണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻഡോർ ചൂസ് ചെയ്യും, കുറച്ചുകൂടി കുറവാണെങ്കിൽ ഞാൻ എക്കോസ്പോർട്ട് ചൂസ് ചെയ്യും. അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഇവനെ ചൂസ് ചെയ്തു. ഞാൻ ഇതുവരെ റിഗ്രറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇതില്. അന്നത്തെ ആ ഒരു ഡിസിഷൻ തീർച്ചയായിട്ടും നല്ല ഡിസിഷൻ തന്നെയായിരുന്നു. കാരണം സുസുക്കിയിലേക്ക് പോകാനായിരുന്നു ഞാൻ. കമ്പയറിംഗ് ടു സുസുക്കി, ദിസ് ഈസ് എ ഫാർ ബെറ്റർ ചോയ്സ് ആണ്. കേരളത്തിലെ എന്നല്ല, എല്ലാ ആൾക്കാർക്കും കാർ എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ്. ബ്രോയുടെ ഫസ്റ്റ് കാർ ഡ്രൈവ് ചെയ്യുന്ന എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഏത് വണ്ടി ആദ്യമായിട്ട് ഓടിച്ചത്? ഞാൻ എന്റെ അങ്കിളിന്റെ ഒരു ഫോർഡ്. അതും ഫോർഡ് തന്നെയാണ്. ഫോർഡിന്റെ ഫിഗോ, ഫസ്റ്റ് ജനറേഷൻ ഫിഗോ ആയിരുന്നു, ഡീസൽ ആയിരുന്നു. പറയാനുണ്ടോ? കുറച്ച് പുകയുണ്ടെന്നേ ഉള്ളൂ ഡൗൺ ചെയ്യുമ്പോ, പക്ഷെ വണ്ടി പുലിയ. ഡീസൽ എഞ്ചിനാണ്, അത് അങ്ങനെയാണ് വണ്ടിയാണ്. അതിന്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ ഇതില് വീണത്. പക്ഷെ ഡീസലിന്റെ അത്രയും ഒരു പവർ ഇതിന് കിട്ടുന്നില്ല. പക്ഷെ എന്നാലും ടർബോ ചാർജ്ഡ് വെഹിക്കിൾ. അതെ, ഡീസൽ അതിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതും. എനിക്കൊരാള് ധൈര്യമായിട്ട് നീ ഓടിച്ചോ എന്ന് പറഞ്ഞു, ലൈസൻസ് ഇല്ലാത്ത സമയത്ത് പോലും പറയണ്ട, സെൻസർ. അങ്ങനെയല്ല, വീടിന്റെ അടുത്തൊക്കെ നമ്മള് അമ്പലം അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ ഇട്ട് ഓടിക്കുക. ഈ എന്താ പറയാ, ആൺകുട്ടികള് എപ്പോഴും അവർക്ക് എന്ന് കാലത്തുന്നോ അന്ന് അവര് ബൈക്ക് പഠിക്കും, എന്ന് ഗിയർ ചേഞ്ച് ചെയ്യാൻ പഠിക്കുന്നോ അന്ന് അവര് കാറ് പഠിക്കും. മനസ്സിലായില്ലേ? കാലിന് സൈക്കിൾ ആണെങ്കിൽ പോലെ എന്ന് അതിന്റെ ഇടയ്ക്ക് കൂടെ കാലിട്ട് അതിനകത്ത് ഇടാൻ പറ്റുന്നു അന്ന് തന്നെ പിള്ളേര് സൈക്കിൾ പഠിക്കുക. അത് നമുക്ക് അതെ അതെ അതെ. അവര് അച്ഛൻ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയുടെ സ്റ്റാൻഡ് അടിച്ച് താഴെ വീഴും. ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അല്ല, വണ്ടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ക്രേസ് ആണ്. എന്റെ കൺസെപ്റ്റ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, അത് എല്ലാരും പറയുന്ന പോലെ തന്നെ ഉള്ള വണ്ടി ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക, സൂക്ഷിക്കുക എന്നുള്ളതാണ്. വേറെ ഏതൊക്കെ വണ്ടിയുണ്ട് ബ്രോ? വേറെ ഏതൊക്കെ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ? എന്റെ ഒരു ബ്രദറിന്റെ ഒരു വണ്ടി വീട്ടിലുണ്ട്, ഹോണ്ടയുടെ BRV ആണ്. അതിപ്പോ സ്റ്റോപ്പ്ഡ് ആണ്. നല്ല വണ്ടിയാണ്. ആക്ച്വലി ഹോണ്ടയുടെ വെഹിക്കിൾസ് എല്ലാം നല്ല വെഹിക്കിൾസ് ആണ്. പക്ഷെ മെയിൻ്റെനൻസ് കോസ്റ്റിന്റെ കാര്യത്തിൽ മാത്രമാണ്. അത് എങ്ങനെയുണ്ട്? മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് അവന്റെ വണ്ടിയുടെ? എനിക്ക് കഴിഞ്ഞ സർവീസിൽ എനിക്ക് ഏകദേശം 7,500 രൂപീസോളം. 10,000 എവറി 10,000 കിലോമീറ്റർ അല്ലേ? അതെ. അപ്പൊ ബ്രോ വണ്ടി എടുക്കുമ്പോ എത്ര കിലോമീറ്ററിലാണ് എടുക്കുന്നത് വണ്ടി? ഞാൻ വണ്ടി എടുക്കുന്നത് ശരിക്കും 22,000 കിലോമീറ്ററിലാണ്. 22,000 കിലോമീറ്ററിലാണ് എടുക്കുന്നത്. അന്ന് എത്ര പ്രൈസ് കൊടുത്തത് വണ്ടിക്ക്?
5.5 ലക്ഷം രൂപയ്ക്ക് 22,000 കിലോമീറ്റർ 2022 വണ്ടി എടുത്തു. ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി? ഏകദേശം 38,000 കിലോമീറ്റർ. 38,000 കിലോമീറ്റർ. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും കാലം ഏകദേശം ഒരു 3 വർഷത്തോളം വണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാലം ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് അതിന്റെ മെയിൻ്റെനൻസ് ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ബ്രോയുടെ എക്സ്പീരിയൻസ്, അത് ബ്രോ പറഞ്ഞല്ലോ അത്രയും ഇഷ്ടപ്പെട്ട് ഫോർഡിന്റെ വണ്ടി ഇഷ്ടപ്പെടുത്തരുത്, ആ ഒരു ഡിസിഷൻ വൃത്തിയാണെന്ന് ഇപ്പം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആ. എത്ര മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ഈ വർഷം? ഞാൻ ഏകദേശം 2 സർവീസുകൾ ഇപ്പോൾ കൈരളി ഫോർഡിൽ ഷോറൂമിൽ ചെയ്തു. എറണാകുളത്ത് തന്നെ? ഫസ്റ്റ് ഞാൻ ചെയ്തത് ചേരാനല്ലൂരായിരുന്നു. ഓക്കെ. സെക്കൻഡ് ഞാൻ ചെയ്തത് കഴിഞ്ഞ ഇയറിലായിരുന്നു. അത് പാലാരിവട്ടത്താണ് ചെയ്തത്. റീസെന്റ് ആയി കിടക്കുകയാണ് സർവീസ്, ഞാൻ പോയിട്ടില്ല. എനിക്ക് അത് മാത്രമേ ചെലവ് വന്നിട്ടുള്ളൂ. ഇപ്പൊ ഈ റീസെന്റ് ഇനി വരുന്നുണ്ട് അടുത്ത സർവീസ്. അതുവരെ ഞാൻ ഇതുവരെ ഷോറൂമിൽ പോയിട്ടില്ല, വേറെ ഒരു ഔട്ട്സൈഡ് ഇത് വർക്ക്ഷോപ്പിൽ പോകേണ്ടി വന്നിട്ടില്ല എനിക്ക്. ആക്ച്വലി ബ്രോ പറഞ്ഞതനുസരിച്ച് ഇതിപ്പോ ഓൾറെഡി കൈരളി ഷോറൂമിൽ നിന്ന് അവർ കംപ്ലീറ്റ്ലി റീഫർബിഷ് ചെയ്ത് തന്ന വണ്ടിയാണ്. ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ഷോറൂം കണ്ടീഷനിൽ തന്നെ അത്രയും മിൻ കണ്ടീഷനിലാക്കി തന്ന വണ്ടി, ഒരു പുതിയ വണ്ടി പോലെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതുവരെ അങ്ങനെയുള്ള മേജർ മെയിൻ്റെനൻസോ ഒരു ഇഷ്യൂസോ ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഫസ്റ്റ് സർവീസ് വന്നത് ഒരു 6,000 അടുത്താണ്. അത്രയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് സർവീസിൽ ഒരു 9,000 വന്നു. പക്ഷെ അത് മാത്രമേ എനിക്ക് ചെലവേണ്ടി വന്നു. ബ്രേക്ക് പാർട്സ് ചേഞ്ച് ആയതുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതുമില്ല, ഒരു 5,000 അകത്ത് അത് നിന്നേനെ. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന അവർക്ക് ഫോർഡിന്റെ വണ്ടികൾ എടുക്കുമ്പോൾ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവീസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ സ്പെയർ പാർട്സ് വല്ലതും കിട്ടാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നുണ്ട്. കാരണം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഈ റൈറ്റ് സൈഡ് മിററിന്റെ സ്വിച്ച് കംപ്ലൈന്റ് ആയി. ഓക്കെ. ഞാൻ ഫാദർ എന്നോട് ചൂടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ സാധനം എവിടെ കിട്ടും, നമ്മളിനി വല്ല അല്ലെങ്കിൽ കോയമ്പത്തൂരെ പോയി മേടിക്കും. ഞാൻ പറഞ്ഞില്ല, ഫോർഡിന്റെ ഷോറൂം ഉണ്ട്, നമുക്ക് സംസാരിച്ചു നോക്കാം. ഞാൻ ചെന്നു, സംസാരിച്ചു. അവര് പറഞ്ഞു നാളെ വന്നോളൂ, സാധനം അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ചെല്ലുന്നു, മാറ്റി പോരുകയും ചെയ്തു. എളുപ്പമായിരുന്നു. വേറെ അങ്ങനെ ഡിലേയോ സ്പെയർ പാർട്സിന് ഷോർട്ടേജോ ഒന്നും ഉണ്ടായിട്ടില്ല. സോ ആൾക്കാരുടെ ഒരു മെയിൻ കൺസേൺ അത്, അതായത് ഫോർഡിന്റെ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അയ്യോ കമ്പനി ഇല്ല, ഇനി നമുക്ക് ഇതിന്റെ സ്പെയർ പാർട്സ് കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കൺസേൺ ഉള്ള ഒരു ചാർജ്. ഞാൻ ഈ വണ്ടി ഷോറൂമിൽ പോയി നോക്കിയെന്ന് പറഞ്ഞല്ലോ, നോക്കിയിട്ട് വന്നിട്ട് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു ഫാദറിന്റെ ഒരു ഫ്രണ്ട് ഇത് ഓടിക്കുന്നുണ്ട്, ഡീസൽ ടാക്സിയാണ്. ഞാൻ ആളോടും ഒരു ജസ്റ്റ് എൻക്വയറി ആയിട്ട് ചോദിച്ചു ഇതെങ്ങനെയാണ്. അപ്പൊ ആള് പറഞ്ഞത് ആള് പുറത്താണ് സർവീസ് ചെയ്യുന്നത്, പക്ഷെ എന്നാൽ പോലും പാർട്സിന് അവർക്കും അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. ഷോറൂമുകളിൽ നിന്ന് തന്നെ കൗണ്ടർ സെയിൽ കൊടുക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു, എവിടെ വേണമെങ്കിലും കിട്ടും, വേറെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ലോങ് ഡ്രൈവ്സ് ഒക്കെ പോകുമ്പോൾ എങ്ങനെയാണ് വണ്ടി, എങ്ങനെയാണ് ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ഒരു ഡ്രൈവിംഗ് പ്ലഷർ ഉള്ള വണ്ടിയാണോ, അത് ഡ്രൈവർ എന്തൂസിയാസ്റ്റിക് കാറാണോ, അതോ ബാക്കിൽ ഇരിക്കാനാണോ? 2 സ്ഥലത്തും ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടോ? ഞാൻ ബാക്കിൽ കുറവാണ്, കൂടുതലും ഡ്രൈവിംഗ് ആണ്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രൈവിംഗിലാണ്. അതെന്താണ് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ എന്താണ് വണ്ടി തരുന്ന ഒരു ഫീഡ്ബാക്ക്? ലോങ് ഡ്രൈവ് ഞാൻ അങ്ങനെ അധികം ലോങ് ഡ്രൈവ് പോയിട്ടില്ല. ഷോർട്ട് ഓടി തന്നെയാണ് 38,000 ഞാൻ എത്തിച്ചത്. ഇതെന്താ വെച്ചാല് ലോങ്ങിൽ പോകുമ്പോ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഒരു 3000 RPM കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവന്റെ പവർ അങ്ങോട്ട് പുറത്തെടുക്കുന്നത്, തനി സ്വരൂപം കാണിക്കുന്നത്. അതുവരെ ഇവൻ പതുക്കെയാണ് പോകുന്നത്. പക്ഷെ അത് കഴിയുമ്പോ മൈലേജും നല്ലോണം കുറയുന്നുണ്ട്. പക്ഷെ ലോങ് പോകുമ്പോൾ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. എത്ര കിട്ടുന്നുണ്ട്? എനിക്ക് ഇവിടെ ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ 12-13 ഒക്കെയാണ്. പക്ഷെ ഞാൻ ലോങ് ഒക്കെ പോകുമ്പോൾ എനിക്ക് 20 വരെ കിട്ടി. മാനുവൽ വണ്ടിയല്ലേ? മാനുവൽ വണ്ടിയാണ്. എനിക്ക് 20 വരെ കിട്ടിയിട്ടുണ്ട് ലോങ് പോകുമ്പോൾ. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ കവർ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മൈലേജ് കിട്ടും. അപ്പോൾ ബ്രോ ഇത്ര ഇഷ്ടപ്പെട്ട് ഈ വണ്ടി ചൂസ് ചെയ്തു, അതിപ്പോൾ ഇത്രയും കാലമായിട്ട് ഓടിക്കുന്നുണ്ട്, അതിൻ്റെ എന്താ പറയുക മെയിൻ്റനൻസ് ഭാഗത്തു നിന്നോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഒരാൾ ബ്രോ എടുത്ത് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫോർഡ് വണ്ടി ചോദിക്കുകയാണ്, ബ്രോ ഇതെടുക്കുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഈ വണ്ടി എങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഇനി വേറൊരാൾ വന്നിട്ട് ഇപ്പോൾ ഫോർഡ് ആസ്പെയറോ അങ്ങനൊരു വണ്ടി എടുക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ വൃത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ എന്ത് സജസ്റ്റ് ചെയ്യും? ഞാൻ എടുത്തോളാൻ പറയും. കാരണം ഞാൻ പറഞ്ഞിട്ട് എടുത്ത ഒരാളുണ്ട്. ഒരു 6-7 മാസം കഴിഞ്ഞ്, ഞാൻ ഈ വണ്ടി എടുത്ത ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് എന്നോട് വന്ന് ചോദിച്ചു, ബ്രോ ഈ വണ്ടി എങ്ങനെയുണ്ട്, നമുക്ക് എടുക്കാമോ? ഞാൻ പറഞ്ഞു എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാം. അപ്പോഴും ആള് എന്നോട് ചോദിച്ചത് സർവീസ് കിട്ടുമോ, പാർട്സ് കിട്ടുമോ? കാരണം എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യം തന്നെയാണ്, ഫോർഡ് നിർത്തി പോയി എന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. മെയിൻ കൺസേൺ ആൾക്കാർ പറയുന്നത് കമ്പനി ഇല്ലല്ലോ. സി ആക്ച്വലി
ഇവരിതിൻ്റെ സെയിൽസ് മാത്രമേ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ. അതായത് ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഉണ്ടായിരുന്ന 90% കേരളത്തിൽ 90%ഓളം ഷോറൂംസും അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഷോറൂംസ് എന്ന് പറഞ്ഞാൽ ഷോറൂംസ് ക്ലോസ് ചെയ്തു, ബിക്കോസ് അവർക്ക് പുതിയ വണ്ടികൾ സെയിൽ ചെയ്യാനില്ല. ബട്ട് സർവീസും അതുപോലെ സ്പെയർ പാർട്സിൻ്റെ കാര്യങ്ങളെല്ലാം പ്രോപ്പർലി ഫുള്ളി ഫ്ലെഡ്ജ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർഡിൻ്റെ ഒരു വണ്ടി എടുക്കുന്നതിനെ കൊണ്ട് അടുത്തൊരു 10 വർഷത്തേക്ക് വലിയ പേടിക്കേണ്ടതല്ല നമ്മൾ. നോർമലി എല്ലാവരും 10 വർഷം കഴിയുമ്പോഴത്തേക്ക് വണ്ടി മാറും. പക്ഷേ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോഴും ഫോർഡ് ഐക്കണൊക്കെ യൂസ് ചെയ്യുന്ന 1.6 സ്പോർട്ടും അങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ, ക്ലാസിക് ആയിട്ടുള്ള ഫോർഡ് ഫിയസ്റ്റ അതുപോലെ എല്ലാ വണ്ടികളും യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. പക്ഷേ അവരും പറയുന്നത് ആ വണ്ടികൾക്ക് വരെ സ്പെയറും സർവീസും ഇപ്പോഴും കിട്ടുന്നുണ്ടെന്നാണ്. അപ്പോൾ അതാണ് ആ ഒരു ഇത്രയും കാലത്തിന്. ഞാൻ ആളോട് പറഞ്ഞിട്ടാണ് ആള് പക്ഷെ ഇതിന്റെ ഡീസലാണ് എടുത്തത്. മാനുവൽ ഫുൾ ഓപ്ഷൻ ആണ്. ഡീസൽ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഡീസൽ വണ്ടി ഞാൻ ആളുടെ കൂടെ പോയി ഓടിച്ചതായിട്ടാണ് ഞാൻ എടുത്തത്. അതിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല വണ്ടിയായിരുന്നു. എറണാകുളത്ത് നിന്ന് തന്നെയാണ് എടുത്തത്. ഒരു പാർട്ടിയുടെ നേരിട്ട് മേടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആളിപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. അല്ല, സാധാരണ വൺസ് എ ഫോർഡ് ലവർ ഓൾവേസ് ഫോർഡ് ലവർ എന്നാണ്, അല്ലെ വൺസ് എ ഫോർഡ് യൂസർ ഇസ് ആൻ ഓൾവേസ് എ ഫോർഡ് യൂസർ എന്നാണ്. അത് ഒരിക്കൽ ആ വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു സുഖമുണ്ട്. മാറണമെന്നുണ്ടെങ്കിലും ഇതിലും മികച്ച ഒരെണ്ണം കിട്ടിയാൽ. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കണം, ബ്രോക്ക് ഈ ഒരു വണ്ടി കൊടുക്കേണ്ടി വന്നു ഇൻ ഫ്യൂച്ചറിൽ, അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു 5-6 ലക്ഷം രൂപ കൂടുതലിട്ടിട്ട് ഒരു വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് വണ്ടി ചൂസ് ചെയ്യും? അതൊരു ഇത്തിരി കൺഫ്യൂസിങ് ചോദ്യമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഒന്നാമത് അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല. ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ചും കൂടി ഒരു 7 സീറ്റർ ലെവലിലേക്ക് ഏതെങ്കിലും ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ എടുക്കുന്ന നമ്മുടെ XUV 700 അങ്ങനെ ആ ഒരു രീതിയിലുള്ള വണ്ടികൾ. ഇന്നോവ അല്ല, ഇതേ കാറ്റഗറിയിൽ തന്നെ ഒരു 5 സീറ്റർ സെഡാൻ ബ്രോക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഉള്ള വണ്ടികൾ പ്രൈസ് വിട്ടേക്ക്, പ്രൈസ് എത്ര പോട്ടെ, ബ്രോയുടെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ഓക്കെ, നമ്മുടെ ബിഗ് ബീസിനൊന്നും വിളിച്ചേക്കരുത്. ഓക്കെ, അവർ വിളിച്ചേക്കരുത്, BMW ബെൻസിനൊന്നും വിളിച്ചേക്കരുത്. നമ്മുടെ ഒരു നോർമൽ റേഞ്ചിൽ മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു 30 lakhs അല്ലെങ്കിൽ 35 lakhs വരെയൊക്കെ വരുന്ന ഒരു സെഡാൻ കാർ ചൂസ് ചെയ്യണം, ഓപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 5 സീറ്റർ സെഡാൻ ഏത് യൂസ് ചെയ്യും? ടൊയോട്ട ക്യാമറി ഓർ വെർച്ചസ്. ഓക്കെ, രണ്ടുമാണ് യൂസ് ചെയ്യുക. സോ ഗോകുല് വളരെ ജെന്യൂനായിട്ടൊരു ഫീഡ്ബാക്ക് ആണ് തന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റു കാറുകളുടെ, ഫോർഡിൻ്റെ മാത്രമല്ല ബാക്കിയുള്ള കാസുകളും, അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വണ്ടി ഫീച്ചർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ആ വണ്ടിയെക്കുറിച്ച്, നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയെക്കുറിച്ചൊരു കഥ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോയുടെ, അതുപോലെ നമ്മുടെ ഇനി വരാനിരിക്കുന്ന വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെയും ഗോകുലിൻ്റെ എല്ലാം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഞാനൊരു ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം കയറി ഞങ്ങളെ ഫോളോ ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. So thank you, Gokul. Thank you. And viewers, till the next video, take care and bye bye.